ഹായ്, ഇന്ന് നമ്മൾ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. RCM. ഇതിനൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറായിട്ട് ചോദിക്കും. ഓക്കെ, RCM എന്താണ്? സോ നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ആക്ച്വലി RCM, റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ്, it's a process of determining the most effective maintenance approach. നമുക്ക് ഇതിനെ പറയാം. ഒരു മെയിൻ്റനൻസ് അപ്രോച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. സോ it is a corporate level maintenance strategy that is implemented to optimize the maintenance program of a company or facility. ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് is to provide the stated function of the facility with the required reliability and availability at the lowest cost. അപ്പം നമ്മൾ ഈ RCM, റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ്, നമ്മൾ എന്ന് പറയുന്നത് നമ്മളെന്താ അവിടെ ഇത് എംപ്ലോയ് ചെയ്യുന്ന ഫിലോസഫി എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ്, റിയൽ ടൈം മോണിറ്ററിങ്, റിയാക്റ്റീവ് മെയിൻ്റനൻസ്, ഇതെല്ലാം നമ്മൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. or the goal of the philosophy is to provide the state function of facility with required, നമ്മൾ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എന്താണ് ഒരു റിക്വേർഡ് റിലയബിലിറ്റിയിലും ലോവസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ലോവസ്റ്റ് കോസ്റ്റ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, RCM requires that maintenance decisions be based on maintenance requirements supported by sound technical and economic justification വേണം. The final result, എന്താണ് ബേസിക്കലി റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഓർ എ പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ടു ഒപ്റ്റിമൈസ് ദി മെയിൻ്റനൻസ് പ്രോഗ്രാം ഓഫ് എ ഫെസിലിറ്റി. അതായത് നമ്മുടെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ലോവസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ഒരു മെയിൻ്റനൻസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമ്മൾ RCM എന്ന് പറയാം. The final result of an RCM program is the implementation of a specific maintenance strategy on each of the assets of the facility. Asset എന്ന് പറയുമ്പോൾ എന്തുവാണ്? നമ്മൾ റിലയബിൾ എന്താണ്, നമ്മുടെ മെഷീൻ, വർക്ക് ചെയ്യുന്ന മെഷീൻ, ഇതെല്ലാം ഒരു അസറ്റാണ്, നമ്മൾ ഫെസിലിറ്റിയുടെ അസറ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, RCM എന്ന് പറയുന്നത്. ആക്ച്വലി ഹിസ്റ്ററി ഓഫ് RCM എന്ന് പറയുന്നത് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് 1960s. എയർലൈൻ ഇൻഡസ്ട്രിയിലാണ് ഇത് ആദ്യമായിട്ട് ഇത് വരുന്നത്. കാരണം ഇപ്പം നമുക്ക് എയർലൈൻ ഇൻഡസ്ട്രി നോക്കിയാൽ, നമുക്ക് ഏതൊരു ഇൻഡസ്ട്രി നോക്കിയാലും മെയിൻ്റനൻസ് എന്ന് പറയുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഹൈ ആണ്. പർട്ടിക്കുലർലി ഇൻ എയർലൈൻ ഇൻഡസ്ട്രി ഇത് എന്താണ് ഭയങ്കര ഓപ്പറേഷണൽ കോസ്റ്റുമായിട്ട് തന്നെ എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് കൂടി നിൽക്കുന്നൊരു കോസ്റ്റാണ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അന്ന് ഒരു എന്താണ് 1960s അമേരിക്കയിൽ എന്ത് ചെയ്തു, ഇതുപോലത്തെ ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തു. അന്ന് ഇത് ചെയ്തതിന് മെയിൻ്റനൻസ് സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ഡോക്യുമെന്റ് എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ടിരുന്നത് MSG, മെയിൻ്റനൻസ് സ്റ്റിയറിംഗ് ഗ്രൂപ്പ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് എവിടെയാണ്? ബോയിങ് 747 എയർക്രാഫ്റ്റിലൊക്കെ ഇത് ഫസ്റ്റ് ഇതിന്റെ മെയിൻ്റനൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ RCM കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് 747 ബോയിങ് എയർക്രാഫ്റ്റിലായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഒരു പ്രോഗ്രാം, ഒരു സ്റ്റാൻഡേർഡ് മെയിൻ്റനൻസ് ടെക്നിക്കും അതിന്റെ ഒരു സ്ട്രാറ്റജിയും എന്ത് ചെയ്തു ഇംപ്ലിമെന്റ് ചെയ്തു. ഒരു ഹാൻഡ് ബുക്ക് പോലെയൊക്കെ അവർ ഇതിനെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയാം. ഇനി RCM എന്താ ചെയ്യുന്നത്? RCM എന്താ ചെയ്യുന്നത് വെച്ചാൽ, RCM ഫസ്റ്റ് ഐഡന്റിഫൈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി ദാറ്റ് ആർ മോസ്റ്റ് ക്രിട്ടിക്കൽ ആൻഡ് ദെൻ സീക്സ് ടു ഒപ്റ്റിമൈസ് ദെയർ മെയിൻ്റനൻസ് സ്ട്രാറ്റജീസ് ടു മിനിമൈസ് സിസ്റ്റം ഫെയിലിയേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് എക്യുപ്മെന്റ് റിലയബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. അപ്പോൾ RCM ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഒരു കമ്പനിയുടെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസറ്റ്, ഏതെങ്കിലും മെഷീൻ ആകാം അല്ലെങ്കിൽ വേറെ എന്തും ആകാം, സർവീസ് കമ്പനി ആകാം അല്ലെങ്കിൽ ഓപ്പറേഷണൽ കമ്പനി ആകാമല്ലോ, ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ അസറ്റിന്റെ ഫംഗ്ഷൻ ആദ്യം ഇതിനെ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതിന്റെ മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഒപ്റ്റിമൈസ് ചെയ്യും. അതായത് വളരെ ലോ കോസ്റ്റിൽ ഇതിന് മിനിമം സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകുന്ന രീതിയിൽ ഒരു മെയിൻ്റനൻസ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്, ആ എക്യുപ്മെന്റ്
കൂടുതൽ റിലയബിൾ ആവുകയും അവൈലബിൾ ആവുകയും ചെയ്യുന്നു. എക്യുപ്മെന്റ് വിൽ ബി അവൈലബിൾ ആൻഡ് വിൽ ബി മോർ റിലയബിൾ. അപ്പോൾ മോസ്റ്റ് ക്രിട്ടിക്കൽ അസറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അത് എങ്ങനെ വേണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള മെഷീൻ പാർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫെയിൽ ആകുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയർ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെഷീന്റെ ഫെയിലിയർ കൊണ്ട് ഏറ്റവും കൂടുതൽ കോൺസിക്വൻസ് വരാവുന്ന ഒരു മെഷീൻ. അങ്ങനെയാണ്. അപ്പം ക്രിട്ടിക്കാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന്, മോസ്റ്റ് ക്രിട്ടിക്കൽ അസറ്റ്സ് ആർ ദോസ് ദാറ്റ് ആർ ലൈക്ലി ടു ഫെയിൽ ഓഫൺ, ഇടയ്ക്കിടയ്ക്ക് ഫെയിൽ ആകുന്ന ഒരു മെഷീനാണ്. അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഏറ്റവും കൂടുതൽ കാശ് ചിലവാകുന്ന ഒരു മെഷീനാണ്. അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ മെഷീനാണ്. അല്ലെങ്കിൽ എന്താണ്, അതിൻ്റെ ഒരു ഫെയിലിയർ കൊണ്ട് മൊത്തം പ്രൊഡക്ഷന് അല്ലെങ്കിൽ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന ഒരു മെഷീനാവാം. ഇത് ഏത് വേണമെങ്കിലും എന്താവാം, ക്രിട്ടിക്കൽ അസറ്റ് ആവാം. ഓക്കെ, ദെൻ with this maintenance strategy, possible failure modes and their consequences are identified, all while the function of the equipment is considered. Maintenance strategy വെച്ച് പോസിബിൾ ആയിട്ടുള്ള ഫെയിലിയർ മോഡ്സും കോൺസിക്വൻസും ഏതൊക്കെ രീതിയിൽ. ഇപ്പോൾ ഒരു മെഷീൻ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസറ്റ് മെഷീൻ നമ്പർ 1 ഞാൻ അതിൽ പോസിബിൾ ആയിട്ട് വരാൻ സാധ്യത ഉള്ള ഒരു ജനറേറ്റർ ആണെങ്കിൽ അത് എവിടെയൊക്കെ പോസിബിൾ ആയിട്ട് ഫെയിലിയേഴ്സ് വരാം, ആ ഫെയിലിയർ മോഡുകളെല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഓരോന്നും ഫെയിൽ ആകുന്നതുകൊണ്ട് എന്തൊക്കെ കോൺസിക്വൻസ് വരാം ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് മെയിൻ്റനൻസ് ടെക്നിക്സ് ദാറ്റ് മിനിമൈസ് ദി പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ ക്യാൻ ബി ദെൻ ഡിറ്റർമിൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് എന്താണ്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. കോസ്റ്റ് എഫക്റ്റീവ് മെയിൻ്റനൻസ് ടെക്നിക്സ് ദാറ്റ് മിനിമൈസ് ദി possibility of failure can then be determined. Then the most effective techniques are then adopted to improve the reliability of the facility as whole. നമ്മൾ ടെക്നിക്സ് എല്ലാം എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ എല്ലാം ചാർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ദ മോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. സോ ദാറ്റ് ദി ഫെസിലിറ്റി ആസ് എ ഹോൾ, മൊത്തം ഫെസിലിറ്റി ആസ് എ ഹോൾ എന്ത് സംഭവിക്കുന്നു, അതിന്റെ റിലയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഇതാണ് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ. ആ ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ്, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ RCM എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7 questions that need to be asked for RCM. An effective reliability-centered maintenance implementation examines the facility as a series of functional systems, each of which has inputs and outputs contributing to the success of the facility. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് നമുക്ക് RCM ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നു മീൻസ് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു അസറ്റ് ആണോ എന്ന് നമുക്ക്, അല്ലെങ്കിൽ അത് ക്രിട്ടിക്കൽ അസറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ, RCM വേണോ എന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാം നോക്കുന്നത് നമ്മൾ ഈ ഒരു കുറെ ക്വസ്റ്റ്യൻസിൽ നോക്കിയിട്ടാണ്. നമുക്ക് എഴുതിയിട്ടുണ്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് ഡിസൈഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഈച്ച് അസറ്റ്. ഓരോ അസറ്റ്, ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ലൈനാണ്, ജനറേറ്റർ ഉണ്ട്, മോട്ടർ ഉണ്ട്, റോബോട്ടിക് ആംസ് ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഓരോന്നിന്റെയും ഫങ്ഷൻസ് എന്താണ്, ഡിസൈഡ് ആ പെർഫോമൻസ് എന്തൊക്കെയാണ് നോക്കും. How can each asset fail to fulfill its functions? എങ്ങനെയൊക്കെ ഇത് ഫെയിൽ ആകാം, ഫെയിലിയർ മോഡ്സ്, ഓരോ ഫെയിലിയർ മോഡ്സ് എന്തൊക്കെയാണ്, വാട്ട് കോസസ് ഈച്ച് ഓഫ് ദി ഫെയിലിയർ മോഡ്, ഓരോ ഫെയിലിയർ മോഡ് എന്തൊക്കെ പ്രോസസ് ഉണ്ടാക്കുക, എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകാം ഓരോ ഫെയിലിയർ കാരണം, വാട്ട് ക്യാൻ ഓർ ഷുഡ് ബി ഡൺ ടു പ്രെഡിക്റ്റ് ഓർ പ്രിവെന്റ് ഈച്ച്. ഇതുപോലെ ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രോആക്റ്റീവ് ടാസ്ക് നമുക്ക്, what should be done if a suitable proactive task cannot be determined. ഒരു proactive task ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ഒരു 7 ക്വസ്റ്റ്യൻസ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ക്രിട്ടിക്കൽ അസറ്റ് കണ്ടുപിടിക്കാനും ആ അസറ്റിനെ നമുക്ക് എങ്ങനെ RCM എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ അപ്രോച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി 7 steps ടു ഇംപ്ലിമെന്റ് റിലയബിലിറ്റി സെന്റേർഡ് മെയിൻ്റനൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതുമ്പോൾ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, മെയിൻ ആയിട്ട് ഓരോ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ് ഫോർ RCM അനാലിസിസ്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആദ്യം ക്രിട്ടിക്കൽ, ഞാൻ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ അസറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്യുപ്മെന്റ് എടുക്കുകയാണ്, റിലയബിലിറ്റി സെന്റേർഡ് മെയിൻ്റനൻസ് അനാലിസിന്. അപ്പം ഇത് ക്രിട്ടിക്കൽ ആയിരിക്കും. അതിന്റെ ഓപ്പറേഷൻ എന്തൊക്കെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, പ്രീവിയസ് കോസ്റ്റ്, നേരത്തെ പ്രിപ്പയർ ചെയ്തപ്പോൾ എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഡിഫൈൻ ദി ബൗണ്ടറീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി സിസ്റ്റം ദാറ്റ് കണ്ടെയ്ൻ ദി സെലക്ടഡ്. ഓക്കെ, അതായത് യുവർ സിസ്റ്റം ലാർജോ സ്മോളോ എന്തോ ആയിട്ട്, ബട്ട് ദ ഫങ്ഷൻ ഓഫ് ദി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ഷുഡ് ബി നോൺ. അതായത് ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ കൺവെയർ ബെൽറ്റ് സിസ്റ്റം ഈസ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്. നമുക്കറിയാം ഒരു കൺവെയർ ബെൽറ്റ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, ട്രാൻസ്പോർട്ട് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇറ്റ്സ് ഇൻപുട്സ് ആർ ദി ഗുഡ്സ്, അല്ലെ, ഇൻപുട്സ് ആർ ദി ഗുഡ്സ് ആണ് അതിന്റെ ഇൻപുട്ട്. മെക്കാനിക്കൽ എനർജി പവറിംഗ് ദി ബെൽറ്റ് വൈൽ ഇറ്റ് ഔട്ട്പുട്സ് ആർ ദി ഗുഡ്സ് അറ്റ് ദി അതർ എൻഡ്. ആണല്ലോ ഒരു കൺവെയർ ബെൽറ്റ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്, മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, പവർ ബെൽറ്റ് പവർ ചെയ്ത് അതിന്റെ മെക്കാനിക്കൽ എനർജി വെച്ച് എന്ത് ചെയ്യുന്നു, അത് നീങ്ങുന്നു. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗുഡ്സ് എന്താണ്, ഒരു എൻഡിൽ നിന്ന് അത് അടുത്ത എൻഡിലേക്ക് വരുന്നു. ഇൻ ദിസ് കേസ് ദ ഇലക്ട്രിക് മോട്ടോർ സപ്ലൈങ് ദി മെക്കാനിക്കൽ എനർജി വുഡ് ബി കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് ദി ഡിഫറൻസ് സിസ്റ്റം. അതൊരു വേറൊരു സിസ്റ്റം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിസ്റ്റം, അതായത് ആ അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിഫൈൻ ദ വേസ് ഇൻ വിച്ച് ദ സിസ്റ്റം ക്യാൻ ഫെയിൽ. സ്റ്റെപ്പ് 3 ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓൾ ദ വേസ് ദാറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ക്യാൻ ഫെയിൽ. ഇത് എങ്ങനെയൊക്കെ ഫെയിൽ ആണെന്നുള്ള എല്ലാം നമ്മൾ എഴുതി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ കൺവെയർ ബെൽറ്റിന്റെ കാര്യം, ദ കൺവെയർ ബെൽറ്റ് മേ ഫെയിൽ ബൈ ബീങ് അൺഎബിൾ ടു ട്രാൻസ്പോർട്ട് ദ ഗുഡ്സ് ഫ്രം വൺ എൻഡ് ടു അതർ. അല്ലെ, അത് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഫെയിലിയർ പറഞ്ഞാണ്. ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല വൺ എൻഡ് ടു അതർ. അല്ലെങ്കിൽ ഡസ് നോട്ട് ട്രാൻസ്പോർട്ട് ദ ഗുഡ്സ് ക്വിക്ലി ഇനഫ്, പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല, ഭയങ്കര സ്ലോ ആണ്. അല്ലെങ്കിൽ എന്താണ്, ഇതിന്റെ മോട്ടർ അല്ലെങ്കിൽ നമ്മൾ ആ കൺവെയർ ബെൽറ്റിലേക്ക് പോകുന്ന മോട്ടർ എന്ത് ചെയ്യുന്നു, ഫെയിൽ ആവുന്നു, സ്റ്റോപ്പ് ആവുന്ന ഇടയ്ക്ക്. അല്ലെങ്കിൽ ജെർക്ക് ഉണ്ടാകുന്നു, അതായത് ഈ ഗുഡ്സ് കൺവെയർ ബെൽറ്റിൽ സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്, ജെർക്ക് ഉണ്ടായി ഇങ്ങനെ ചാടി പോകുന്നു. അത് ഗുഡ്സിന് എന്ത് ചെയ്യുന്നു, അപ്പം ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ അതിനെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ഫെയിലിയർ മോഡ്സ് എല്ലാം കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഫോർത്ത്, ഐഡന്റിഫൈ ദ റൂട്ട് കോസസ് ഓഫ് ദ ഫെയിലിയർ മോഡ്സ്. അല്ലെ, ഐഡന്റിഫൈ ദി റൂട്ട് കോസസ് എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് കോസ്, ഓരോ ഫെയിലിയറിനും ഓരോ റൂട്ട് കോസസ് ഉണ്ട്. അപ്പോൾ എന്താവാം, ഒരു ലാക്ക് ഓഫ് ലൂബ്രിക്കേഷൻ ആവാം, ഫെയിലിയർ ഓഫ് ദ ബെയറിംഗ് ആവാം, ബെൽറ്റ് ലൂസൻഡ് ബെൽറ്റ് ആവാം, അല്ലെ, മോട്ടറിന്റെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കണക്ഷൻ പ്രോബ്ലം. അപ്പൊ ഇതെല്ലാം റൂട്ട് കോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, അസസ് ദി എഫക്ട്സ് ഓഫ് ഫെയിലിയർ. എക്യുപ്മെന്റ്സ് ഫെയിലിയേഴ്സ് മേ അഫക്ട് സേഫ്റ്റി, ഓപ്പറേഷൻ, അതർ എക്യുപ്മെന്റ്, എന്തോ അല്ലെ, ഈ ഒരു ഫെയിലിയർ കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം. അപ്പൊ ക്രിട്ടിക്കാലിറ്റി ഓഫ് ഈച്ച് ഓഫ് ദീസ് ഫെയിലിയർ മോഡ്സ് ക്യാൻ ഓൾസോ ബി കൺസിഡർ. അപ്പൊ ഇതിന്റെ ക്രിട്ടിക്കാലിറ്റി, ഓരോ ഫെയിലിയർ കൊണ്ട് എത്രത്തോളം ക്രിട്ടിക്കലാണ്. ഒരു ഫെയിലിയർ, പല ഫെയിലിയർ കാണും. ഈ ഓരോ ഫെയിലിയറും നമ്മുടെ മൊത്തം ഫംഗ്ഷന്, നമ്മൾ മൊത്തം ആ ഒരു പ്രൊഡക്ഷൻ ലൈൻ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കാലിറ്റി ഏതാണ്, അതിനുശേഷം ഏതാണ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റാങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് പല ടെക്നിക്കുകളുണ്ട്. എഫക്റ്റ് ഓഫ് ഫെയിലിയർ, മറ്റു ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട് അനാലിസിസ് എന്നുണ്ട്, FMEA. ദെൻ ഫെയിലിയർ മോഡ് എഫക്ട് ആൻഡ് ക്രിട്ടിക്കാലിറ്റി അനാലിസിസ്, ഫോൾട്ട് ട്രീ അനാലിസിസ്. ഇതൊക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. ഇത് ഓരോന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതായത് എഫക്റ്റ് ഓഫ് ഫെയിലിയർ അക്സസ് ചെയ്യുന്ന കുറെ ടെക്നിക്കുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എഫക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് പല ക്വസ്റ്റ്യൻസും അതിൽ എന്താ നമുക്ക്, അതായത് ഒരു ഈ ഫെയിലിയർ മോഡ് കാരണം സേഫ്റ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ദിസ് ഫെയിലിയർ മോഡ് റിസൾട്ട് ഇൻ എന്താണ്, ഫുൾ ഓപ്പറേഷൻ നിന്ന് പോകുമോ, അല്ലെങ്കിൽ പാർഷ്യൽ ഓപ്പറേഷൻ ആകുമോ, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് സെലക്ട് എ മെയിൻ്റനൻസ് ടാക്ടിക് ഫോർ ഈച്ച് ഫെയിലിയർ. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാം, ഫെയിലിയർ മോഡ്, അതിന്റെ ക്രിട്ടിക്കാലിറ്റി എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്താണ്, ഓരോന്നിനും വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, മെയിൻ്റനൻസ് ടെക്നിക്കുകൾ നമ്മൾ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് മെയിൻ്റനൻസ് ടെക്നിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതെങ്ങനെ സെലക്ട് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി എന്താണ്,
it should be technically and economically feasible. Technically feasible. Technically നമുക്ക് ചെയ്യാൻ പറ്റുന്നതാവണം, അവിടുത്തെ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാവണം, അതുപോലെ തന്നെ എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കും, വളരെ കുറച്ച് കാശ് മുടക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണ്? ലാസ്റ്റ് വരുന്നത് പ്രീ ഇംപ്ലിമെന്റ് ആൻഡ് ദെൻ റെഗുലർലി റിവ്യൂ ദ മെയിൻ്റനൻസ് ടാക്ടിക്. നമ്മൾ കുറെ ടാക്ടിക്സ് നമ്മൾ എഴുതി വെക്കുന്നു, പ്രിവെന്റീവ് ആണോ പ്രൊഡക്റ്റീവ് ആണോ, അങ്ങനെ പല രീതിയിലുള്ള മെയിൻ്റനൻസ് ടെക്നിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് 6 പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർലി ഇത് റിവ്യൂ ചെയ്യണം, അല്ലെ? റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റിന്യൂ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് 7 steps to implement reliability centered maintenance. ഇതാണ് എന്താണ് നമ്മൾ RCM എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പുകളാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സിലബസിലുള്ള മറ്റൊരു കാര്യം തന്നെയാണ് നെക്സ്റ്റ്, ബേസിക് ഗൈഡ് ലൈൻസ് ഓഫ് റിലയബിലിറ്റി സെന്റേർഡ് മെയിൻ്റനൻസ്. ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഇത് പ്രൈമറി RCM പ്രിൻസിപ്പിൾ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. RCM ഈസ് ഫങ്ഷൻ ഓറിയന്റഡ്, അല്ലെ? ഫങ്ഷൻ, ഓരോ എക്യുപ്മെന്റിന്റെ ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെ? ഇറ്റ് സീക്സ് ടു പ്രിസർവ് സിസ്റ്റം ഫങ്ഷൻ. ഒരു ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എന്താണ് ഒരു ടെക്നിക്കാണ് RCM. ദെൻ RCM ഈസ് സിസ്റ്റം ഓറിയന്റഡ്, അല്ലെ? ശരിയാണ്. ഇറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് മെയിൻറ്റെയിനിങ് സിസ്റ്റം ഫങ്ഷൻ, അല്ലെ? സിസ്റ്റം ഫങ്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്കാണ് RCM എന്ന് പറയുന്നത്. RCM ഈസ് റിലയബിലിറ്റി സെന്റേർഡ്, അല്ലെ? അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഫുൾ ഫോം തന്നെ, റിലയബിലിറ്റി സെന്റേർഡ് മെയിൻ്റനൻസ്. അതായത് ഫെയിലിയർ നമുക്ക് എന്ത് ചെയ്യുന്ന, ഫെയിലിയർ ഒഴിവാക്കി അതിനെ മോർ റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ ഒരു മെഷീൻ ആയിട്ട് കൊണ്ടുപോകുക. മെഷീൻ റിലയബിൾ ആകുമ്പോൾ ആ സിസ്റ്റം എന്താവുന്നു, റിലയബിൾ ആകും. അങ്ങനത്തെ റിലയബിലിറ്റി സെന്റേർഡ് ഒരു ഫംഗ്ഷനാണ് RCM എന്ന് പറയുന്നത്. നെക്സ്റ്റ്, RCM acknowledges design limitation. Its objective is to maintain the inherent reliability of the equipment design, recognizing that changes in inherent reliability are the province of design. അതായത് like maintenance can at best only achieve and maintain the level of reliability for maintenance. അതായത് അതിന്റെ എന്താണ് ആക്ച്വൽ ഡിസൈൻ ലൈഫ്, അല്ലെ? പ്രിസീവ്ഡ് ഡിസൈൻ ലൈഫിനെ എന്ത് ചെയ്യുന്നു, അതിനെ അക്നോളജ് ചെയ്തുകൊണ്ടാണ്, ഡിസൈൻ ലിമിറ്റേഷൻ അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, RCM വർക്ക് ചെയ്യുന്നത്. ദെൻ RCM is driven by safety and economics. Safety must be ensured at any cost. Thereafter, cost effectiveness becomes the criteria. രണ്ട് കാര്യവും നോക്കുന്നുണ്ട്. സേഫ്റ്റി പ്രൈമറി ആണ്, അതുപോലെ എക്കണോമിക്സ്, അതായത് ഒപ്റ്റിമൈസ്ഡ്, വളരെ ലോ കോസ്റ്റിൽ തന്നെ, വളരെ ലോ കോസ്റ്റിൽ മാക്സിമം സേഫ്റ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ സേഫ്റ്റിയെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സേഫ്റ്റിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റും എന്ത് ചെയ്യുന്നു, കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്ത്, കുറച്ച് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് കൂടുതൽ സേഫ്റ്റി കൊടുത്ത് തന്നെയാണ് പോകുന്നത്. Then RCM defines failure as any unsatisfactory condition. Failure may be either a loss of function or a loss of acceptable quality. ഒക്കെ ആയിരിക്കാം. അപ്പോൾ RCM defines failure as any unsatisfactory condition. Then RCM uses a logic tree to screen maintenance task. ലോജിക് ട്രീ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു കൺസിസ്റ്റന്റ് അപ്രോച്ച് ആണ്. എല്ലാ എന്താണ് എക്യുപ്മെന്റിനും വേണ്ടിയിട്ട് ഒരു കൺസിസ്റ്റന്റ് അപ്രോച്ച് ആണ് ലോജിക് ട്രീ എന്ന് പറയുന്നത്. നമ്മൾ ഈ അൽഗോരിതം എഴുതും പോലെ യെസ് ഓർ നോ എന്നൊക്കെ എഴുതി നമ്മൾ ഓരോന്നും എന്താണ് അതിന്റെ ഒരു എന്താണ് അവസാനം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി പല എന്താണ് റൂട്ടിലൂടെ നമ്മൾ അതിനെ ഒരു ലോജിക് ട്രീ അൽഗോരിതം എഴുതും പോലെ. അതായത് ഇപ്പം നോക്കിയോ, ഫോർ എക്സാമ്പിൾ, വിൽ ഫെയിലിയർ ഓഫ് ദി ഫെസിലിറ്റി ഓഫ് ദി എക്യുപ്മെന്റ് ഹാവ് ഡയറക്റ്റ് എഫക്റ്റ് ഓൺ സേഫ്റ്റി? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വിൽ ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റിന്റെ ഫെയിലിയർ കാരണം സേഫ്റ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ, അത് കഴിഞ്ഞിട്ട് നോ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ ഇങ്ങനെ അവസാനം കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ യെസ് ഓർ നോ നമ്മൾ തിരിച്ച് നമ്മൾ എന്താണ് അവസാനം വേണ്ട ഒരു എന്താണ് സൊല്യൂഷൻ എന്ന് കൊണ്ടുവരാം. അതന്നെ ലോജിക് ട്രീ എന്ന് പറയുന്നത്. ദെൻ RCM ടാസ്ക് must be applicable. ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മസ്റ്റ് അഡ്രസ് ദി ഫെയിലിയർ മോഡ് ആൻഡ് കൺസിഡർ ദി
failure mode characteristics. RCM task must be effective. The task must reduce the probability of failure and be cost effective. അല്ലെ, ആപ്ലിക്കബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, എഫക്റ്റീവ് ആയിരിക്കണം. ഫെയിലിയർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി കുറയ്ക്കാൻ വേണം, or it should be cost effective ആയിരിക്കണം. RCM acknowledge the 3 types of maintenance tasks. ഞാൻ പറഞ്ഞ പോലെ പല മെയിൻ്റെനൻസ് ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ലൈക്ക് എന്താണ്, ടൈം ഡയറക്റ്റഡ്, അതായത് പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ്, ഷെഡ്യൂൾ ആയിട്ട് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ ഡയറക്റ്റഡ്, ദെൻ ഫെയിലിയർ ഫൈൻഡിങ്, ഫെയിലിയർ മോഡ്, ഇതെല്ലാം റിയൽ ടൈം മോണിറ്ററിങ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു RCM ഫിലോസഫിയിൽ വരുന്നുണ്ട്. RCM ഈസ് എ ലിവിങ് സിസ്റ്റം. ലിവിങ് സിസ്റ്റം എന്ന് പറയാൻ കാരണമൊന്നുമില്ല, ഓരോ തവണയും നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗ്യാദേഴ്സ് ഡാറ്റ ഫ്രം ദ റിസൾട്ട്സ് അച്ചീവ്ഡ് ആൻഡ് ഫീഡ്സ് ദിസ് ഡാറ്റ ബാക്ക് ടു ഇംപ്രൂവ് ദി ഡിസൈൻ ആൻഡ് ഫ്യൂച്ചർ. നമ്മൾ ഓരോ തവണ ഇതിനെ റിവ്യൂ ചെയ്യുന്നില്ല, അത് ഫീഡ്ബാക്ക് സിസ്റ്റം, അതാണ് ഉദ്ദേശിക്കുന്നത്. ലിവിങ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഫീഡ്ബാക്ക്. ഓരോ തവണ നമ്മൾ ഇതിന്റെ റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ എടുക്കുന്നുണ്ട്, അത് തിരിച്ച് ഇതിന്റെ കൂടുതൽ എന്താണ് ഡിസൈന്, ഫ്യൂച്ചർ മെയിൻ്റെനൻസിന്, ഇംപ്രൂവ്മെന്റിന് വേണ്ടി എന്താണ് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് സിസ്റ്റം ഇവിടെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് ബേസിക് ഗൈഡ് ലൈൻസ് ഓഫ് റിലയബിലിറ്റി സെന്റർ. ഇത് 7 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഓക്കെ, മനസ്സിലായെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം മെയിൻ കൺക്ലൂഷൻ പറയുന്നത് ഇതാണ്. അതായത് RCM എന്താണെന്ന് മനസ്സിലായി, ഒരു അപ്രോച്ചാണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? RCMന്റെ എൻഡ് പ്രോഡക്റ്റ് ഓഫ് എ വെൽ എക്സിക്യൂട്ടഡ് RCM അനാലിസിസ് ദാറ്റ് an appropriate maintenance strategy will be selected for each piece of equipment. The impact is an overall improvement of reliability. Then RCM aims to reduce cost, improve safety, and eliminate maintenance tasks that are not effective or appropriate for a given piece of machinery. Then, according to different studies, savings of 30 to 50% in the annual maintenance budget are often obtained through the introduction of a well executed balanced RCM program. ഇതാണ് നമ്മളുടെ RCM അനാലിസിസ് കൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള RCM പ്രോഗ്രാം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് സ്ട്രാറ്റജി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ which results in an overall improvement of reliability. It reduces cost, improves safety, and eliminate unwanted maintenance tasks. നമുക്ക് പറയാം, unwanted maintenance tasks that are not effective. effective അല്ലാത്ത, eliminate non-effective maintenance tasks, then saves up to 30 to 50% in annual maintenance cost. So ഇതൊരു ചെറിയ ടോപ്പിക്കാണ് RCM എന്ന്. ഇനി നമുക്ക് RCMന്റെ അകത്ത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫോൾട്ട് ട്രീ അനാലിസിസ്, അങ്ങനെയുള്ള എങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ നമുക്ക് ഫെയിലിയർ മോഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.